മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം വൈകുന്നതിനെതിരെ എംപിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ പ്രതിഷേധിക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ മുന്നണി വ്യത്യാസത്തിന് അതീതമായി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യമെന്ന നിലയിൽ മുണ്ടക്കൈ ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള അടിയന്തര നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാർലമെൻറ്റിന് പുറത്തും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത്. നിത്യാനന്ദ റായ്, ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, ഡൽഹിയിലെ കേരളത്തിൻ്റെ സ്ഥാനപതിക്ക് കൊടുത്തയച്ച കത്ത്, അതിൽ നിങ്ങൾ എന്തെങ്കിലും തരാത്തത് കൊണ്ടാണ് തരാത്തത് എന്ന് പറഞ്ഞില്ലല്ലോ. ഇതിനു മുമ്പ് ഒരു സംസ്ഥാനവും അങ്ങനെ കൊടുത്തില്ല. കാരണം ആഗസ്റ്റ് 14 മുതലുള്ള ഒരു കഷ്ടമാണത്. നേരത്തെ സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം ദുരന്തമുണ്ടായ ഘട്ടത്തിൽ കൊടുത്തു. കേരളത്തിനെ സഹായിക്കാൻ തയ്യാറല്ല. അതുതന്നെ കാര്യം. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വിശദമായ പരിശോധന നടത്തി ഉന്നതതല യോഗം ചേർന്നിട്ട് ആദ്യ ഗഡു പോലും കൊടുക്കൂ എന്നാണല്ലോ നിത്യാനന്ദ റായിയുടെ കത്തി പറയുന്നത്. IMCT ചെന്നിറങ്ങി അന്ന് ത്രിപുരയ്ക്ക് 40 കോടി കൊടുത്തല്ലോ. രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നൽകിയ സഹകരണം, വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും എടുത്ത നേതൃത്വം, അത് നമുക്ക് പാർലമെൻറ്റിലും അഭിനന്ദിക്കാവുന്നത് തന്നെയാണ്. പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിലുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ പാർലമെൻറ്റിൽ ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ആഗസ്റ്റ് 17 ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനംതിരിച്ച് തയ്യാറാക്കി സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു. പ്രതീക്ഷിക്കുന്ന ചെലവ്, വരാനിരിക്കുന്ന അധിക ചെലവ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത്, MPമാർ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ പ്രതിഷേധിക്കും എന്ന് പറഞ്ഞത് RSP നേതാവും MPയുമായ NK പ്രേമചന്ദ്രനാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയം പറയുമ്പോൾ പിണറായി സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു മറുപടിയാണ് ലഭ്യമായത്. കാര്യത്തിലൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണോ ഇത്? ഇനി കോൺഗ്രസിൻ്റെ കൂടി നിലപാടാണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വയനാട് ദുരന്തത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം കിട്ടാത്തതിലുള്ള പ്രതിഷേധമെല്ലാം രേഖപ്പെടുത്തുകയും അത് MPമാർ ഒറ്റക്കെട്ടായി ഉന്നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് NK പ്രേമചന്ദ്രൻ MP ഈ കാര്യങ്ങളിൽ ഒരു യോജിച്ച അഭിപ്രായമാണ് പ്രതിപക്ഷത്തിനുള്ളതെന്നും മാത്രമല്ല ഒറ്റക്കെട്ടായി തന്നെ കേരളത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അത് വയനാട് പോലൊരു വലിയ ദുരന്തം ഉണ്ടായിട്ട് ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല 4 മാസമായിട്ടും ഒരു സഹായം പോലും നൽകിയിട്ടില്ല. സാങ്കേതികത്വം ശരി പ്രശാന്ത്, എന്തായാലും ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിന്റെ അടക്കം UDFന്റെ അടക്കം പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്.